ജയചന്ദ്രൻ, സംഘപരിവാറിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഈ സമരത്തിൻ്റെ പേരിൽ, ജന്തർ മന്ദർ സമരത്തിൻ്റെ പേരിലുള്ള കേസുകൾ പിൻവലിക്കും എന്ന് സമ്മതിക്കേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരായി. പക്ഷേ FIRകൾ നിലനിൽക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് BJP ഇതര സംസ്ഥാനം എന്നുള്ളത് കേരളമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായ കേരളത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ നോട്ടീസ് വന്നിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേസ് പറ്റാതെ വരുമ്പോൾ അതിലെ നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ പല രൂപത്തിൽ എങ്ങനെ അവരെ കെണിയിൽപ്പെടുത്താം എന്ന നിലയിൽ നോക്കി നടക്കുകയാണോ ദില്ലി പോലീസ്? അതിനു വേണ്ടുന്നൊരു രാഷ്ട്രീയ നിർദ്ദേശം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ ഒരു ബോധ്യമാണോ ഇന്നത്തെ ഈ സംഭവം നൽകിയത്? ശരത്ത്, ഞാൻ നമ്മുടെ ഈ സമരം തീർന്നല്ലോ 2 ദിവസം മുമ്പ്. അന്ന് കേരളത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചൊവ്വാഴ്ചയാണ് ഇവരടുത്ത ഘട്ടം പറഞ്ഞിരിക്കുന്നത്. ഈ കേസുകളെല്ലാം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ചും എനിക്ക് അവരെ അത്ര വിശ്വാസമില്ല. ഏതായാലും അതുകൊണ്ട് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കാം. ഇവർ പിന്നെ ഒരു നേരും നിറയുമില്ലാത്ത കൂട്ടരാണെന്ന് കൈരളിയിൽ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അന്ന് BJPയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു ചർച്ചയിൽ. ഞാൻ അയാളോട് ചോദിച്ചിരുന്നു, എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങളുടെ പോലീസ് അവിടെ കാണിച്ചു കൂട്ടിയത്, പ്രത്യേകിച്ചും പെൺകുട്ടികളോട്. അവരെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ അപമാനിക്കില്ല, മൊളസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഡയറക്റ്റായിട്ട് തന്നെ ആയിരുന്നല്ലോ ഇടപെട്ടത്. അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതാണ് ഇന്ന് ചൊവ്വാഴ്ചയായിരിക്കും. ഇന്ന് ചൊവ്വാഴ്ച ആകുമ്പോഴേക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് പറഞ്ഞു, കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ നമ്മുടെ കേരളത്തിന് മുമ്പിൽ മാത്രമല്ല രാജ്യത്തിന് മുമ്പിലേക്ക് വരികയാണ്. എന്താണ് അടിസ്ഥാന പ്രശ്നം? തട്ടിക്കൊണ്ടുപോകുമായിരുന്നു ഉദ്ദേശമെന്നേ ഒരു സംശയവുമില്ല. ജോൺ ബ്രിട്ടാസും സുഭാഷ് ചന്ദ്രനും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പ്രതികരണം അതുതന്നെയാണ് പറയാൻ തോന്നുന്നത്. ഐഷി ഘോഷിനെ അവിടുന്ന് കൊണ്ടുപോയാൽ അതൊരു തട്ടിക്കൊണ്ടുപോകലായി തന്നെ മാറുമായിരുന്നു. അതാണ് പൊളിഞ്ഞത്. എന്തിനായിരുന്നു പ്രകോപനം? എന്തായിരുന്നു ആ പ്രകോപനമാണല്ലോ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൃത്യമായി പറഞ്ഞത്. തങ്ങളുടെ സ്വകാര്യതയിൽ പോലീസ് കടന്നു കയറി. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഐഷി ഘോഷ് ഹൈക്കോടതിയിൽ, ഡൽഹി കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിനെ സംബന്ധിച്ച് അവരൊരു നിലപാടും പറഞ്ഞു. പോലീസ് ആ വീഡിയോസ് തിരിച്ച് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഈ കേസ് പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാം, അല്ലാതെ പിൻവലിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇവർ സ്വീകരിച്ചത്. അതിൻ്റെ സമയം ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ ചെയ്യില്ല, പോലീസ് ഇത് തിരിച്ചു കൊടുത്ത് സറണ്ടർ ചെയ്തില്ല എന്ന് നിലപാട് വന്നതോടുകൂടി ഇവരുടെ നിലപാട് അവർ ഘടിപ്പിക്കുകയും കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തതോടെയാണ് ബംഗ്ലാ ഭവന് മുമ്പിൽ 5 വർഷം മുമ്പ് നടന്ന കേസും കുത്തിപ്പൊക്കി അദ്ദേഹം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമായ കുറ്റം ശിക്ഷ വിധിച്ചാൽ തന്നെ വളരെ നിസ്സാരമായ കുറ്റങ്ങൾ മാത്രം ചാർജ് ചെയ്യാവുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്ന കേസാണ്. അതിനാണ് ഈ തരത്തിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ ഇത് ഇവരുടെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നടപടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP ഇതുകൊണ്ട്, അല്ലെങ്കിൽ RSS ഇതുകൊണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, വീണ്ടും ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ലല്ലോ. പക്ഷേ അതിന് ഐഷി ഘോഷ് തന്നെ മറുപടി പറഞ്ഞു. AKG ഭവനിൽ തന്നെയാണ് പോലീസ് വെളിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഐഷി പറയുന്നത്, എന്നെ തെരഞ്ഞ് പോലീസ് ഇതാ വെളിയിൽ നിൽക്കുന്നുണ്ട്, അവരെന്നെ കൊണ്ടുപോകുമായിരിക്കും, ശിക്ഷിക്കുമായിരിക്കും, അതിലൊന്നും എനിക്കൊരു പേടിയുമില്ല, അത്തരത്തിലുള്ള ഒരു ഭയവുമില്ല. പക്ഷേ അത് ഇവരുടെ ഇത്തരത്തിലുള്ള പിടിച്ചുകൊണ്ട് പോകാൻ എന്നുള്ള തരത്തിലേക്കുള്ള വരവ് നടക്കില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ് ഐഷി ഘോഷിൻ്റെ. പിന്നെ ഇത് മെസ്സേജായിട്ട് പുറത്തേക്ക് വന്നു, AKG ഭവനിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്, അവരുടെ ചിത്രവും ഉൾപ്പെടെ. ആ തരത്തിൽ റെസിസ്റ്റൻസ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി അതിശക്തമായ ഒരു പ്രസ്താവന ഇറക്കിയത്. എന്താണെന്നിട്ട് ഇതുവരെയും ഡൽഹി പോലീസിൻ്റെ ചുമതലയെന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിനാണല്ലോ, കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണല്ലോ, അമിത്ഷായ്ക്കാണല്ലോ. ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ട് ഇയാൾക്ക്, ഈ മാന്യന് ഒരു മറുപടി, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹമന്ത്രിയെങ്കിലും മറുപടി പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായും വെൽ പ്ലാൻഡ് ആയിട്ട് ഇവരൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പണി നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ബന്ധപ്പെട്ട ആരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഏതായാലും ഇതിങ്ങനെ വിടാൻ കഴിയില്ല. നിശ്ചയമായും ഇതിൻ്റെ പ്രതിഷേധം രാജ്യമാകെ ഇവിടെ മാത്രമല്ല കേട്ടോ ശരത്തെ, അത് ബാക്കിയുള്ളവർ പറയുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. മഹാരാഷ്ട്രയിൽ, പിന്നെ ബംഗാളിൽ, ഒഡീഷയിൽ, എല്ലായിടത്തും വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുന്ന, ഓടിച്ചിട്ട് പിടിക്കുന്ന സ്ഥിതിയാണ് ഒഡീഷയിൽ, ബീഹാറിലൊക്കെ ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെയാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അത് ആ തരത്തിലുള്ള ആസൂത്രണം എങ്ങനെയാണ്
ചെറുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾ തന്നെ കാണിച്ചു തന്ന ആ വഴി അതിനിയും ശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.